അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സലാം അടക്കണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. بسم الله الرحمن الرحيم. إن الله يحب التوابين ويحب المتطهرين. صدق الله. يا رحمة الله إني خائف وجل. يا نعمة الله إني مفلس عاني. وليس لي عمل نلقى العليم به سوى محبتك العظمى وإيمانه. فكن أماني من شر الحياة ومن شر الممات ومن إحراق جثماني. وكن غناي الذي ما بعده فلس. وكن فكاكي من أغلال عصيانه. تحية الصمد المولى ورحمته ما غنت الورق في أوراق أغصانه. عليك يا عروة الوثقى ويا سند الأوفى ومن مدحه روحي وريحانه. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي على حبيبك خير الخلق كلهم. അല്ലാഹു നമ്മുടെ മജ്‌ലിസിനെ ഖബൂലാക്കുമാറാകട്ടെ. നമ്മുടെയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, സഹകാരികൾ എല്ലാവരുടെയും ദോഷങ്ങൾ അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. പ്രിയമുള്ള മോമിനീങ്ങളെ, വലിയൊരു പ്രഭാഷണം നടത്താനുള്ള അവസരമല്ല. അതിന് ഉത്തരവാദിത്തപ്പെട്ട, ഏൽപ്പിക്കപ്പെട്ട ബഹുമാനപ്പെട്ട കിച്ചേരി ഉസ്താദ് അവർകൾ ഇവിടെയുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കത് വേണ്ട പോലെ പറഞ്ഞു തരും. അതിനു മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് ദുആ ചെയ്ത് ഞാനങ്ങ് ഒഴിവാകും. എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൗതിക ലോകത്ത് നമ്മെ പടച്ചത് തന്നെ അല്ലാഹുവിനെ വേണ്ടി ആരാധിക്കാൻ വേണ്ടിയാണ്. അല്ലാഹു തആല തന്നെ പറഞ്ഞത് ഒരു സംശയത്തിനും വകയില്ല, യാതൊരു മറ്റൊരു ലക്ഷ്യങ്ങളുമല്ല എന്ന് തറപ്പിച്ചുകൊണ്ട് തന്നെ അല്ലാഹു തആല പറഞ്ഞു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ് ഇല്ലാ ലിയഅ്ബുദൂൻ. ഇങ്ങോട്ട് നോക്കാം. അവിടെ അതാ ആ ഭാഗത്തുള്ള നമ്മളെ മുഅ്മിനീങ്ങളൊക്കെ അവിടെ ഇവിടെയും ഇപ്പൊ മക്കാമിന്റെ ഭാഗത്ത് സിയാറത്ത് കഴിഞ്ഞവരൊക്കെ ഇവിടെ സദസ്സിൽ വന്നിരിക്കുക. ഇൻഷാ അല്ലാഹ് ഇങ്ങോട്ട് ഇവിടെ വന്നിരിക്കുക. എന്നിട്ട് ഇൽമിന്റെ മജ്ലിസിൽ നമുക്കെന്ത് കേട്ടു, നമുക്ക് എന്തെങ്കിലും അല്പം കേട്ട് എന്തെങ്കിലും അതിന്റെ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ നന്നാക്കി തരും. അള്ളാഹു ഖബൂലാക്കുമാറാകട്ടെ.
അവിടെ ഒടുക്കെ നിൽക്കുന്ന എല്ലാവരും, കുട്ടികളും വലിയവരും ചെറുപ്പക്കാരും എല്ലാവരും സഹോദരിമാർ അവർക്കൊരുക്കിയ ഭാഗത്ത് വന്നിരിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇൽമിന്റെ മജ്ലിസും അതൊക്കെ വലിയ പുണ്യമുള്ള വിഷയങ്ങളാണ്. അത് നമുക്ക് വെറുതെ മാമൂലിന് വേണ്ടി നടത്തി തീർക്കാനുള്ള കാര്യങ്ങളല്ല. ഇൽമ് അത് നൂറുല്ലാഹ്, അല്ലാഹുവിന്റെ നൂറാണ്. അതാണെല്ലാം. ഞാനതിലേക്ക് ഇപ്പൊ പോകുന്നില്ല. അല്ലാഹ് പറഞ്ഞു, അല്ലാഹു തആല പഠിപ്പിച്ചു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഞാൻ മനുഷ്യനെ പടച്ചതോ ജിന്ന് വിഭാഗത്തെ പടച്ചതോ അവരിവിടെ കൊട്ടാരം പണിയാൻ വേണ്ടി കുറെ കാലം ജീവിച്ച് ഇവിടെ ഒരുപാട് സമ്പത്തുകൾ ഉണ്ടാക്കി, പേരുണ്ടാക്കി, പെരുമയുണ്ടാക്കി, പ്രശസ്തിയുണ്ടാക്കി, നാട്ടുകാരറിഞ്ഞ് വീട്ടുകാരറിഞ്ഞ് ലോകമറിഞ്ഞ് ഏതൊക്കെ മേഖലയിൽ ഒരാൾക്ക് ഏത് മേഖലയിൽ കഴിവുണ്ടോ ആ മേഖലയിൽ അദ്ദേഹം തിളങ്ങി നിന്നുകൊണ്ട് ഉയർച്ചയിലെത്തിയിട്ട് വലിയൊരു സംഭവമായി മാറുക എന്നുള്ളതൊന്നുമല്ല. അതല്ലെങ്കിൽ ഉദാഹരണം പറയാം, ഒരു കളിക്കാരൻ അങ്ങനെ, അതല്ലെങ്കിൽ മറ്റേത് മേഖലയിലുള്ള അങ്ങനെ ഒരു പാട്ടുകാരൻ അങ്ങനെ, ഏത് മേഖല നോക്കിയാലും അല്ലാഹു തആല പറഞ്ഞത് പടച്ച റബ്ബായ അല്ലാഹു, അല്ലാഹുവാണ് ഖാലിഖ്. നമ്മളെ പടച്ചു പരിപാലിക്കുന്നവൻ റബ്ബാണല്ലോ. നമ്മൾ അറിയുന്നില്ലേ? നിങ്ങൾ മംഗലാപുരത്തെ ഹോസ്പിറ്റലുകളിൽ നിങ്ങളൊന്ന് പോയി നോക്ക്. എത്ര ലക്ഷങ്ങൾ വേണം ഞാൻ തരാം, 10,000 വേണോ, 1 കോടി വേണോ ഞാൻ തരാം. എന്ത് വേണം? എനിക്ക് കൃത്യമായ ശ്വാസോച്ഛ്വാസം നടത്താനുള്ള ഒരു സംവിധാനമുണ്ടോ? എനിക്കൊരു തടസ്സവുമില്ലാതെ ശ്വാസം കഴിച്ച് 1 മണിക്കൂറെങ്കിലും എനിക്ക് നേരാം വണ്ണം ഒന്നിരിക്കാൻ എനിക്കൊരവസരം തരുമോ? ഞാൻ 80 ലക്ഷം തരാം, 50 ലക്ഷം തരാം, 1 കോടി തരാം. തയ്യാറുള്ളവർ നമ്മുടെ പരിസരത്തുള്ള മംഗലാപുരത്തിന്റെ ടൗണുകളിലുള്ള ഹോസ്പിറ്റലുകളിലുണ്ട്, അതിനപ്പുറത്തും പല ഭാഗങ്ങളിലുമുണ്ട്. പക്ഷേ എന്റെ പ്രിയപ്പെട്ടവരെ, ആർക്കും കൊടുക്കാനാവൂല, ആർക്കും അത് നിലനിർത്തി കൊടുക്കാൻ പറ്റൂല. അല്ലാഹുവാണ് അതിന്റെ നിയന്ത്രിക്കുന്നവൻ, അല്ലാഹുവാണ് അത് പടച്ചവൻ, അല്ലാഹുവാണ് പടച്ച് പരിപാലിക്കുന്നവൻ. ആരെത്ര ശ്വസിക്കണം, ആരുടെ ശ്വാസം എവിടെ വെച്ച് നിർത്തണം, ആരെവിടെ വെച്ച് അവസാനിക്കണം, തുടങ്ങണം, ഒക്കെയും നിയന്ത്രിക്കുന്നത് റബ്ബു ജല്ല ജലാലുഹു അല്ലാഹുവാണ്. ആ അല്ലാഹുവാണ് പറഞ്ഞത്, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. എനിക്ക് ആരാധിക്കാൻ വേണ്ടിയാണ്, എനിക്ക് നിസ്കരിക്കാൻ വേണ്ടിയാണ്, എനിക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ നിയോഗിച്ചു തന്ന പ്രവാചകന്മാരെ അനുസരിക്കാൻ വേണ്ടിയാണ്, ഞാൻ നൽകിയ വിശുദ്ധമായ ഖുർആനുൽ ശരീഫ് ഓതാൻ വേണ്ടിയാണ്, ഞാൻ നിശ്ചയിച്ച കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ്, ഞാൻ ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞ കാര്യങ്ങൾ വെടിയാൻ വേണ്ടിയാണ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. എന്നെ ആരാധിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ നിങ്ങളെ പടച്ചിരിക്കുന്നത്. മറ്റൊരു ലക്ഷ്യവുമില്ല, മറ്റൊരു യാതൊരുവിധ കാര്യങ്ങൾ ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നില്ല എന്ന് അല്ലാഹു ജല്ല ജലാലുഹു യാതൊരു സംശയത്തിനും വകയില്ലാതെ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോ, ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഓ ഉമ്മമാരെ, നമ്മുടെ നാവിനിപ്പ ചലനശേഷിയുണ്ടല്ലോ, നമ്മുടെ നാവ് കൊണ്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടല്ലോ, നമ്മുടെ നാവ് കൊണ്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലോ, വായിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ആ നാവ് കൊണ്ട് നാം അല്ലാഹു ജല്ല ജലാലുഹു അവന്റെ നാമങ്ങൾ നാം ഉരവിടണം, അവന്റെ ദിക്റുകൾ നാം പറയണം, അവന്റെ സ്മരണകൾ നാം പറയണം. അതിനാണ് അല്ലാഹു നമുക്ക് നാവ് നൽകിയത്. അതിലേറ്റവും വലിയ ദിക്റല്ലേ വിശുദ്ധമാക്കപ്പെട്ട കലാമാകുന്ന ഖുർആനുൽ ശരീഫ്. ആ നാവ് കൊണ്ട് ഞാൻ ഇന്ന് എന്റെ റബ്ബായ അല്ലാഹ്, അവൻ എനിക്ക് പടച്ചു തന്ന കഴിവ് തന്ന സംസാരിക്കാൻ ശേഷി തന്ന എന്റെ നാവ്, എത്രയെത്ര ആളുകളെ നാം കാണുന്നു നാവുണ്ട്, സംസാരിക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഇനി സംസാരിക്കാൻ പറ്റുന്നവർ തന്നെ ചിലരുണ്ട്, അവർക്ക് കൊഞ്ഞാണ്, വിക്കി വിക്കി സംസാരിക്കുകയാണ്.
എനിക്കൊരു കുഴപ്പവും തന്നില്ലല്ലോ. ഉമ്മമാരെ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് ഞാൻ ഖുർആൻ ഓതിയോ, ഇന്ന് വിശുദ്ധമായ അല്ലാഹുവിന്റെ കലാമാകുന്ന, അല്ലാഹുവിന്റെ ഏറ്റവും വലിയ ദിക്റാകുന്ന ഖുർആനുൽ ശരീഫ് ഒരായത്തെങ്കിലും ഞാൻ ഇന്ന് ഓതിയോ, ഒരു പേജെങ്കിലും ഞാൻ ഇന്ന് ഓതിയോ, ഒരു സൂറത്തെങ്കിലും ഞാൻ ഇന്ന് ഓതിയോ? നമ്മോട് ചോദിക്കേണ്ടത് ഒരു വിഷയമാണ്. അങ്ങനെ ഓരോ അവയവങ്ങൾ എടുത്തു നോക്കിയാലും, എന്തിനേറെ പറയുന്നു, ഇവിടെ കിടക്കുന്ന മഹാനവർകൾ അല്ലാഹുവിന്റെ ദർജയേറ്റി കൊടുക്കട്ടെ. എന്തുകൊണ്ട് അവര് വലിയ മഹാന്മാരായ വിലായത്തിന്റെ ആളുകളായി? അവരവരുടെ നാവുകൾ ദിക്ർ കൊണ്ട് അവരെ ഹയാത്താക്കി അല്ലാഹുവിന് വേണ്ടി സമർപ്പിച്ചു. അവരുടെ കണ്ണുകൾ അല്ലാഹുവിന് വേണ്ടി സമർപ്പിച്ചു. അവരുടെ കാതുകൾ അല്ലാഹുവിന് വേണ്ടി സമർപ്പിച്ചു. കൈകാലുകളും സമർപ്പിച്ചു. ഏറ്റവും സൂക്ഷ്മമായി കൈകാര്യം ചെയ്യേണ്ടുന്ന എൻ്റെ പ്രിയപ്പെട്ട, വളരെ പ്രയാസകരമായി നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പ്രയാസമുള്ള നമ്മുടെ നാവും നമ്മുടെ മനസ്സ്, ആ മനസ്സകങ്ങളിൽ വരെ, നാവ് കൊണ്ട് വരെ അല്ലാഹുവിന്റെ ദിക്റങ്ങ് ചൊല്ലിയിട്ട് അല്ലാഹുവിൽ അവര് ലയിച്ചപ്പോ, അല്ലാഹുവുമായുള്ള ഒരടുപ്പത്തിലെത്തിയപ്പോ, അല്ലാഹുവിന്റെ സ്മരണ അവർ ഹയാത്താക്കിയപ്പോ, അവരുടെ മരണശേഷവും ഔലിയാക്കന്മാരെ അല്ലാഹു തആല സ്മരണ അങ്ങോട്ട് ഹയാത്താക്കി കൊടുക്കുന്നു. അതാണ് ഇവിടെ കിടക്കുന്ന മഹാനവറുകളുടെ പേരിൽ നാം ഒരുമിച്ച് കൂടാനുള്ള കാരണം. അല്ലാഹുവിന്റെ മദദ് നമുക്ക് നൽകുമാറാകട്ടെ. അങ്ങനെ എത്രയെത്ര അവയവങ്ങള്, ചെറിയൊരു നാവ്, ഈ നാവിന്റെ കഴിവുകളെ സംബന്ധിച്ചും അല്ലാഹു അത് പടച്ചു വെച്ച കുതിർത്തുകളെ സംബന്ധിച്ചും ഞാൻ ചിന്തിക്കുമ്പോ തന്നെ നമുക്ക് അറ്റം കിട്ടൂല. എത്ര പ്രിയപ്പെട്ടവരെ, നാവിന് ചെറിയൊരു കേട് വന്നു പോയാൽ, നാവിന് ചെറിയൊരു തകരാറ് വന്നു പോയാൽ, അതെത്ര ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും ചിലപ്പോൾ സുഖപ്പെട്ട് കൊള്ളണമെന്നില്ല. അതിന്റെ പോറൽ, അതിന്റെ ആദ്യത്തെ നോർമലായ അവസ്ഥയിൽ നിന്ന് മാറ്റം വന്നു പോയാൽ അതെത്ര ചികിത്സിച്ചാലും ക്ലിയർ ആയിക്കൊള്ളണമെന്നില്ല. നമ്മുടെ കൈകൾക്ക് ചിലപ്പോൾ തുന്നിച്ചേർത്തു യോജിപ്പിച്ച് വെച്ചേക്കാം. പക്ഷേ നാവിന് കേട് വന്നാൽ വലിയ ഭവിഷ്യത്താണ്. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ആ വലിയ നമുക്ക് നൽകിയ ഏറ്റവും വലിയ നമ്മുടെ അവയവമാകുന്ന നാവ്, അത് അല്ലാഹുവിന്റെ ദിക്ർ ചൊല്ലാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അല്ലാഹു നൽകിയത്. നാം മറ്റൊരാളെ സംബന്ധിച്ച് ഗീബത്ത് പറയാനല്ല, മറ്റൊരു മുസ്ലിമിനെ സംബന്ധിച്ച് പറയാനല്ല, അമുസ്ലിമിനെ സംബന്ധിച്ച് പറയാനല്ല, അയൽവാസിയെ സംബന്ധിച്ച് പറയാനല്ല, കുടുംബത്തിൽ പെട്ടവനെയും പെടാത്തവനെയും ഗീബത്ത് പറയാൻ വേണ്ടിയിട്ടല്ല, നാട്ടിൽ ഫിത്ന ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, അതല്ലെങ്കിൽ ഫസാദ് ഉണ്ടാക്കാൻ വേണ്ടി, നമീമത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല അല്ലാഹു നമുക്ക് നാവ് നൽകിയത്. നേരെ മറിച്ച് എൻ്റെ പ്രിയപ്പെട്ടവരെ, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അല്ലാഹുവിനെ നാവ് കൊണ്ട് ദിക്ർ ചൊല്ലി 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 അത് മനസ്സകങ്ങളിലേക്ക് അതിന്റെ പ്രതിഫലനങ്ങളേറ്റ് ആ നൂറിന്റെ കിരണങ്ങൾ ഹൃദയത്തിലേക്ക് കയറിയിട്ട് ഹൃദയ സമാധാനം ഉണ്ടാകുന്നു, മനസ്സാന്നിധ്യം ഉണ്ടാകുന്നു, മനസ്സിന് സമാധാനം ഉണ്ടാകുന്നു, ശാന്തി ഉണ്ടാകുന്നു. അതാണ് ഇവിടെ പഠിപ്പിക്കപ്പെട്ടത്. അതിനാണ് അല്ലാഹു നമുക്ക് നാവ് നൽകിയത്, അതിനാണ് നമുക്ക് കണ്ണ് നൽകിയത്, അതിനാണ് നമുക്ക് നമ്മുടെ ഏതേത് അവയവങ്ങളും നൽകിയത്. അതാണ് അല്ലാഹു തആല ആകത്തുകയായി പ്രഖ്യാപിച്ചത്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഓ മനുഷ്യരെ, ഓ ജിന്ന വിഭാഗമേ, നിങ്ങൾക്ക് ബുദ്ധി നാം തന്നു, തന്റെ ശക്തി തന്നു, ഏത് ചെയ്യാം ഏത് ചെയ്യാൻ പാടില്ല എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് അല്ലാഹു നമുക്ക് നൽകിയില്ലേ. നാം ആരും ഭ്രാന്തന്മാരല്ലല്ലോ, നാം ആരും കാഷ്ടം വാരിത്തുന്നവരല്ലല്ലോ, നാം ആരും രജസുകളും വൃത്തികേടുകളും എടുത്ത് വാരി കഴിക്കുകയോ വാരിപ്പുണരുകയോ ചെയ്യുന്നവരല്ലല്ലോ. എന്തുകൊണ്ടല്ല? നമുക്ക് വിവേകം അല്ലാഹു നൽകി, നമുക്ക് ബുദ്ധി അല്ലാഹു നൽകി. ആ ബുദ്ധിയും അല്ലാഹു നമുക്ക് നൽകിയത് അത് വെച്ചുകൊണ്ട് റബ്ബായ അല്ലാഹു അവനാണെല്ലാം നൽകിയത്, അവനാണെല്ലാം സമർപ്പിക്കേണ്ടത്. എന്റെ സമയം അവന് വേണ്ടിയുള്ളതാണ്, എന്റെ ജീവിതം അവന് വേണ്ടിയുള്ളതാണ്, എന്റെ ഭാര്യ അവന് വേണ്ടിയുള്ളതാണ്, എന്റെ സന്താനം അവന് വേണ്ടിയുള്ളതാണ്, എന്റെ സമ്പത്ത് അല്ലാഹുവിന് വേണ്ടിയുള്ളതാണ്. ഞാൻ എന്തുണ്ടാക്കി എനിക്ക് വെച്ച് എന്നേതാക്കി വെച്ചിട്ടുണ്ടോ അതെല്ലാം ലില്ലാഹി റബ്ബിൽ ആലമീൻ,
അതല്ലേ നാം നിസ്കാരത്തിൽ കൈകെട്ടി ഉടനെ പറയുന്നത് വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഖലഖസ് സമാവാതി വൽ അർദ്. ആകാശഭൂമിയും എല്ലാം പടച്ചു വെച്ച അല്ലാഹുവിനിക്കാണ് എല്ലാം. എൻ്റെ നിസ്കാരം, എൻ്റെ മമാത്തി, എൻ്റെ ഹയാത്തി വ മമാത്തി, എൻ്റെ ജീവിതവും എൻ്റെ മരണവും എൻ്റെ എല്ലാം അല്ലാഹുവിന് വേണ്ടിയുള്ളതാണ്. അവിടെ അങ്ങനെ സമർപ്പിക്കുമ്പോഴാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചവന്റെ യഥാർത്ഥമായ അടിമകളുടെ കൂട്ടത്തിലേക്ക് ഞാൻ എത്തിച്ചേരുന്നത്. ഓ പ്രിയപ്പെട്ടവരെ, ഞാൻ ചുരുക്കുകയാണ്. നമ്മുടെ സാഹചര്യങ്ങൾ പലതാണ്. ഇന്ന് നമുക്ക് നിസ്കരിക്കാൻ സമയമില്ല, ഫർള് നിസ്കരിക്കാൻ തന്നെ നമുക്ക് സമയമില്ല, സുന്നത്ത് നിസ്കരിക്കാൻ നമുക്ക് സമയമില്ല. വിശുദ്ധ ഖുർആൻ ശരീഫ് ഇശാ മഗ്രിബിന്റെ ഇടയിൽ, അതല്ലെങ്കിൽ മഗ്രിബ് അസ്തമാനത്തിന് ശേഷം സൂറത്തുൽ വാഖിയ ഓതാൻ വേണ്ടി മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചിട്ടില്ലേ? സൂറത്തു ദുഹാൻ ഓതാൻ വേണ്ടി പഠിപ്പിച്ചിട്ടില്ലേ? യാസീൻ സൂറത്ത് ഓതാൻ വേണ്ടി പഠിപ്പിച്ചിട്ടില്ലേ? ഉറങ്ങുന്നതിന് മുമ്പ് സൂറത്തുൽ മുൽക്ക് ഓതണമെന്ന് പഠിപ്പിച്ചിട്ടില്ലേ? നമ്മളെ കൊണ്ടാവുന്നില്ല. നാം അകന്നകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാവിൽ നിന്ന് ദിക്റുകൾ അകന്നപ്പോ, നമ്മുടെ കണ്ണുകളിൽ നിന്ന് ദിക്റിന്റെ അംശങ്ങൾ അകന്നപ്പോ, നമ്മുടെ മറ്റവയവങ്ങളെ കൊണ്ട് ചെയ്യുന്നതിൽ നിന്നും ദിക്റിന്റെ അംശങ്ങൾ മറന്നപ്പോ, നമ്മുടെ ഹൃദയത്തിൽ അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മ മറന്നു പോവുകയാണ്. അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ബോധം നമ്മിൽ നിന്ന് മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. നാം നരകത്തിലേക്ക് അടുത്തു പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു നമ്മളെ സലാമത്തിലാക്കുമാറാകട്ടെ. അവന്റെ നല്ല അടിമകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ പെടുത്തി തരുമാറാകട്ടെ. അവസാനം ഒറ്റ കാര്യം ഓർമ്മപ്പെടുത്തി ഞാൻ നിർത്തുകയാണ്. നാം തെറ്റ് ചെയ്യാത്തവരല്ല, നാം മോശം ചെയ്യാത്തവരല്ല, നാം വലിയ നന്മകൾ ചെയ്തു കൂട്ടിയ വലിയ സച്ചരിതരായ വലിയ മഹാന്മാരെ പോലെയൊന്നുമല്ല. എങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു ജല്ല ജലാലുഹു അവൻ നമുക്കെല്ലാ മാർഗങ്ങളും കാണിച്ചു തന്നു. അവൻ എല്ലാ റൂട്ടുകളും പഠിപ്പിച്ചു തന്നു. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള അമ്പിയാക്കന്മാരിലൂടെ അവൻ കാണിച്ചു തന്നു. മുത്തനബി തങ്ങൾ തന്നെ പഠിപ്പിച്ചല്ലോ. ഒരു വര നേരെ വരച്ചിട്ട് പറഞ്ഞു, ഹാദാ സഹത്തൻ സിറാസ് മുസ്തഖീമ. നബി തങ്ങൾ നേരെയുള്ള ഒരു വര വരച്ചു. എന്നിട്ട് പറഞ്ഞു, ഹാദാ സിറാത്തി. ഓ സ്വഹാബത്തെ, മുഅ്മിനീങ്ങളെ, ഇതാണ് എൻ്റെ മാർഗം. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. നാം ഫാത്തിഹ സൂറത്തിൽ ഓതിയിട്ട് ദുആ ചെയ്യുന്നില്ലേ? അല്ലാഹുവേ, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, എന്നെ നേരായ മാർഗത്തിലേക്ക് നീ ചേർക്കണമേ, നല്ലവരുടെ മാർഗത്തിലേക്ക് നീ ചേർക്കണമേ. അതേതാണ് നല്ലവരുടെ മാർഗം? സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. നീ അനുഗ്രഹം ചെയ്ത നല്ല ആളുകൾ. ആരാണ് അനുഗ്രഹം ചെയ്തവർ? ആരാണ് അല്ലാഹുവിന്റെ അനുഗ്രഹം കിട്ടിയവർ? വലിയ മണിമാണികളുള്ള ആളല്ല, വലിയ കൊട്ടാര സമാനമായ വീടുകളുള്ള ആളുകളല്ല, സമ്പത്തുകൾ കുന്നുകൂടി നടക്കുന്ന ആളല്ല, വലിയ കാറിന്റെ ഉടമയല്ല, മറ്റേതും ഇവിടുത്തെ കാര്യങ്ങളൊന്നും മാനദണ്ഡങ്ങളൊന്നുമല്ല. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. നീ അനുഗ്രഹിച്ചവരെന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരാണ്, അല്ലാഹുവിന്റെ സ്വാലിഹീങ്ങളാണ്. അവർ രാവുകൾ അല്ലാഹുവിന് വേണ്ടി സമർപ്പിച്ചവരാണ്, പകലുകൾ അല്ലാഹുവിന് വേണ്ടി സമർപ്പിച്ചവരാണ്, അവരുടെ ശരീരങ്ങളും സമയങ്ങളും അല്ലാഹുവിന് വേണ്ടി സമർപ്പിച്ചവരാണ്. ആദ്യം ഞാൻ പറഞ്ഞില്ലേ, വമാ ഖലഖതുൽ ജന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലേ പടച്ചത്. ആ റബ്ബായ അല്ലാഹു അങ്ങനെയല്ലേ പറഞ്ഞത്, ഞാനെല്ലാം സമർപ്പിച്ചിരിക്കുന്നു, ഞാനെല്ലാം നൽകിയിരിക്കുന്നു, ഞാനെല്ലാം ഇതാ അല്ലാഹുവിന് വേണ്ടി വിട്ടുകൊടുത്തിരിക്കുന്നു എന്ന് സമർപ്പിച്ച മഹാന്മാരായ സജ്ജനങ്ങൾ. ഓ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നോക്ക് നമ്മുടെ അവസ്ഥ. നമ്മുടെ നിസ്കാരം എങ്ങനെ? നമ്മുടെ ഖുർആനോത്തെങ്ങനെ? നാം നിസ്കരിക്കുന്നു, സുജൂദ് ചെയ്യുന്നു, പക്ഷേ അല്ലാഹു ജല്ല ജലാലുഹു അവനെ സംബന്ധിച്ചുള്ള ഓർമ്മ നമ്മുടെ മനസ്സിൽ വരുന്നില്ലല്ലോ. അതാണ് അല്ലാഹു തആല അതിന് മാർഗം പറഞ്ഞു. ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീൻ വയുഹിബ്ബുൽ മുതത്വഹിരീൻ. ഞാനും നിങ്ങളും സംശുദ്ധന്മാരല്ല,
ഞാൻ എന്നോട് ഉപദേശിക്കുകയാണ്, നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ തെറ്റുകളിൽ കുമിഞ്ഞുകൂടി ജീവിക്കുന്നവരാണ്, നേരം നേരം തെറ്റുകൾ കണ്ടുപോകുന്നവരാണ്, ചിന്തിക്കുന്നവരാണ്. എത്രയെത്ര സ്വാലിഹീങ്ങളാണ്, അവർക്കിനി കണ്ണ് വേണ്ട. കാരണം ഹറാമ് നോക്കിപ്പോകും. അവർക്ക് ഭക്ഷണം വേണ്ട, കാരണം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഹറാമിലേക്കുള്ള ചിന്ത വന്നു പോകും. മുഴുവനും നോമ്പെടുത്ത് കഴിയുകയാണ്, മുഴുവനും നിസ്കരിച്ച് സമയം കഴിക്കുകയാണ്, മുഴുവനും ദിക്ർ ചൊല്ലി സമയം കഴിക്കുകയാണ്. നമ്മൾ അങ്ങനെയല്ലല്ലോ. ഇവിടെ തന്നെ നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ടവരെ, നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ ഇവിടെ പറഞ്ഞു, ഇവിടെ ഉറൂസ് തുടങ്ങുന്ന കാലങ്ങളിൽ പഴയ കാലങ്ങളിൽ ഇവിടെ ഉറൂസിന് വന്നിരുന്നത് വലിയ വലിയ സൂഫി വര്യന്മാരല്ലേ, വലിയ വലിയ മഹത്തുക്കളല്ലേ. അന്ന് ഇവരൊക്കെ ഇവിടെ വന്നിട്ട് ഉപദേശം പറയുമ്പോ അതെന്തൊരു ഉപദേശമാണ്, അവരെന്തോ ഒരു മഹാന്മാരാണ്. ഇന്നെന്നെ പോലെയുള്ള ഒന്നിനും കൊള്ളാത്തവരല്ലേ നമ്മളൊക്കെ. എന്തിനു കൊള്ളും എൻ്റെ പ്രിയപ്പെട്ടവരെ? നമുക്ക് ഈമാനുണ്ടോ? ഇഖ്ലാസുണ്ടോ? അല്ലാഹുവിനെ പറ്റി ഓർത്തിട്ട് ഒരല്പമെങ്കിലും കണ്ണുനീരൊലിപ്പിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ? വിശുദ്ധമായ ഖുർആൻ ശരീഫ് നല്ലവണ്ണം മനസ്സറിഞ്ഞ് സമാധാനത്തിലിരുന്ന് ഒന്നോതാൻ വേണ്ടി നമുക്ക് പറ്റുന്നുണ്ടോ? ദിക്ർ ചൊല്ലാൻ വേണ്ടി പറ്റുന്നുണ്ടോ? മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബ്ബത്ത് വെച്ചിട്ട് അവിടുത്തെ സുന്നത്തുകള് ഹയാത്താക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ഓ പ്രിയപ്പെട്ടവരെ, 5 വക്ത് നിസ്കാരങ്ങളുണ്ടല്ലോ, അത് ഖളാ ആവാതെ മുറുകെ പിടിക്കണം മുഅ്മിനീങ്ങളെ. 5 വക്ത് നിസ്കാരം അതൊരു നിലക്കും ഒഴിവാക്കാനുള്ള അവസരമില്ല, അത് മാറ്റി നിർത്താനുള്ളൊരു ചാൻസ് ഇല്ല. ഓ ഉമ്മമാരെ, ഞാൻ ആണയിട്ട് പറയുകയാണ്, ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്, കല്യാണം അതിന് തടസ്സമല്ല. ഹോളിലാണ് കല്യാണമെങ്കിൽ, ഓഡിറ്റോറിയത്തിലാണ് കല്യാണമെങ്കിൽ, അന്ന് പകല് മുഴുവനും കല്യാണത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ട് ളുഹ്ർ ഖളാ ആക്കാൻ നിവൃത്തിയില്ല, അസ്ർ ഖളാ ആക്കാൻ നിവൃത്തിയില്ല, സുബഹി ഖളാ ആക്കാൻ നിവൃത്തിയില്ല. എന്നിട്ടല്ലേ ബാക്കിയുള്ളത്? നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട സ്വഹാബി വിരൽമാരിൽ കൂട്ടത്തിൽപ്പെട്ട റബിയ റളിയല്ലാഹു അൻഹു മുത്തുനബി തങ്ങളോട് വന്നിട്ട് ചോദിക്കുകയാണ്, അസ്അലുക മുറാഫഖതക ഫിൽ ജന്നah. നബിയേ, ഞാനിപ്പോ ഹയാത്ത് കാലത്ത് തങ്ങൾക്ക് ചൂടുവെള്ളം ഉണ്ടാക്കി തരാൻ, തങ്ങൾക്ക് ഉളുവെടുക്കാനുള്ള വെള്ളം എടുത്തരാൻ വേണ്ടി ഹാദിമായി നിൽക്കുകയാണ്. നാളെ സ്വർഗത്തിലും തങ്ങളൊരു ഹാദിമായി കിട്ടാനുള്ള അവസരം വേണേ നബിയേ. മുത്തുനബി തങ്ങൾ പഠിപ്പിക്കുകയാണ്, ചോദിക്കുകയാണ്, വേറെയും കൂടെ എന്തെങ്കിലും വേണ്ടേ? അദ്ദേഹം പറഞ്ഞു, എനിക്കതാണ് വേണ്ടത് നബിയേ. മുത്തുനബി തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഫഅഇന്നി അലാ ദാലിക ബികസറത്തി സുജൂദ്. ഓ റബിയ, നിങ്ങളത് ആ ഒരു പ്രത്യേകമായ പദവി നിങ്ങൾക്ക് സ്വർഗത്തിൽ കിട്ടണമെങ്കിൽ ധാരാളം സുന്നത്ത് നിസ്കരിക്കണേ, ധാരാളം സുന്നത്ത് നിസ്കാരം നിർവഹിക്കണേ. ഓ പ്രിയപ്പെട്ടവരെ, നോക്കൂ, ഫർള് നിസ്കാരം ഖളാ ആക്കുന്ന നമുക്ക് നാളെ ആഖിറത്തിൽ മുത്തുനബി തങ്ങളെ മുമ്പിൽ പോയി ഹൗലുൽ കൗസർ എങ്ങനെ ചോദിക്കാൻ പറ്റും മുഅ്മിനീങ്ങളെ? മുത്തുനബി തങ്ങളെ മുമ്പിൽ പോയി അവിടുന്ന് റെക്കമെൻഡ് എങ്ങനെ തേടാൻ പറ്റും? പ്രിയപ്പെട്ട ഉമ്മമാരെ, അവിടുന്ന് നമുക്ക് സമ്മാനിച്ച് വാങ്ങിത്തന്ന നിസ്കാരം അത് ഖളാ ആക്കാനുള്ള നിവൃത്തിയില്ല.
ജീവനുള്ളിടത്തോളം കാലം, ബുദ്ധിസ്ഥിരതയുള്ളിടത്തോളം കാലം നമുക്കത് നിർവഹിച്ചേ പറ്റൂ. അതുകൊണ്ട് കല്യാണത്തിന്റെ പേരിൽ നിസ്കാരം ഖളാ ആക്കുന്ന പരിപാടി നമ്മുടെ ജീവിതത്തിൽ ഇനി ഉണ്ടാകാൻ വേണ്ടി പാടില്ല, നമ്മുടെ മക്കളിൽ ഉണ്ടാകാൻ വേണ്ടി പാടില്ല. ഞാൻ പറഞ്ഞു വന്നത് എന്റെ പ്രിയപ്പെട്ടവരെ, ഫർള് അങ്ങനെയാണെങ്കിൽ നമുക്ക് സുന്നത്ത് വർദ്ധിപ്പിക്കേണ്ടേ. റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങളുണ്ടല്ലോ, ളുഹറിന്റെ മുമ്പുണ്ട്, അസറിന്റെ ളുഹറിന്റെ മുമ്പുണ്ട്, അസറിന് മുമ്പുണ്ട്, മഗ്രിബിന് ശേഷമുണ്ട്, അതുപോലെ തന്നെ ഇശാഇന്റെ ശേഷവും മുമ്പുമുണ്ട്, സുബ്ഹിക്ക് മുമ്പുണ്ട്. അതിൽ ഏറ്റവും മുഅക്കദായ 10 റക്അത്ത് റവാത്തിബ് സുന്നത്ത് നിസ്കാരമെങ്കിലും നാം കൊണ്ടു നടക്കണം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. ളുഹാ നിസ്കാരം നാം കൊണ്ടു നടക്കണം. എന്തിനിത് നാം ചെയ്യണം? നമ്മുടെ മരണം എപ്പോഴാണെന്നറിയില്ലല്ലോ. ഈ അടുത്ത് 2 ദിവസം മുമ്പ് ഒരു സഹോദരൻ മരണപ്പെട്ടു. അദ്ദേഹം ഒരാഴ്ച മുമ്പ് ആരോഗ്യവാനായിരുന്നു, അല്ലെങ്കിൽ 2 ആഴ്ച മുമ്പ് ആരോഗ്യവാനായിരുന്നു. പെട്ടെന്നൊരു രോഗം അറിയപ്പെടുന്നു, കാണപ്പെടുന്നു. ഒരാഴ്ചക്കുള്ളിലെല്ലാം സീരിയസിലെത്തുന്നു. ഇന്ന് അദ്ദേഹം ഖബറിലാണ്. അദ്ദേഹത്തിനുള്ള പുറത്തു കൊടുക്കുമാറാകട്ടെ, ഖബർ അല്ലാഹു പ്രകാശിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ഞാൻ ഈ അടുത്തൊരു ദിവസം ഒരു വീട്ടിലേക്ക് പോയി. കുറച്ച് 2-3 ആഴ്ചകൾക്ക് മുമ്പ് ഒരു വീട്ടിലേക്ക് പോയി. ആ വീട്ടിൽ 5 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്, 7 വയസ്സുള്ള മറ്റൊരു കുട്ടിയാണ്, 12 വയസ്സുള്ള മറ്റൊരു കുട്ടിയാണ്. ഓ ഉമ്മമാരേ, ആ ചെറിയ 5 വയസ്സുള്ള കുഞ്ഞി പോലും അറിയാതെ പോലും ഉമ്മ എന്ന് വിളിച്ചു പോയാൽ വിളി കേൾക്കാനുള്ള ഉമ്മ ആ വീട്ടിലില്ല. പള്ളിക്കാട്ടില് ഖബറിലാണ് ഉമ്മയുള്ളത്. 5 വയസ്സുള്ള കുഞ്ഞിന്റെ ഉമ്മയാണ്. ആ സഹോദരിക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ, ഖബർ അല്ലാഹു സ്വർഗമാക്കി കൊടുക്കട്ടെ. ഇതാണ് എന്റെയും നിങ്ങളുടെയും അവസ്ഥ. ഇന്ന് ഞാനിവിടെയുണ്ട്, നിങ്ങളിവിടെയുണ്ട്. നാളെ എവിടെ എന്നറിയില്ലല്ലോ, നാളത്തെ അവസ്ഥ എന്തെന്നറിയില്ല. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ആഫിയത്തോടുകൂടെയുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. പെടുന്നനെയുള്ള മരണം തരല്ലേ അല്ലാ. ഇവിടെ കിടക്കുന്ന മഹാനവറുകളുടെ ബറക്കത്ത് കൊണ്ട് സഹായിച്ചവര്, സഹകരിച്ചവര്, വന്നവര്, കൂടിയവര് എല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലാ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവിടെ നിൽക്കുന്നവരൊക്കെ ഇങ്ങോട്ട് വന്നിരിക്കും. പള്ളിയിലും മക്കാവിന്റെ പരിസരത്തും ഇവിടെ വന്നിരിക്കാം. എല്ലാവരും സദസ്സിൽ വന്നിരിക്കും. ഉസ്താദ് അവറുകൾ നമുക്ക് നല്ല ഉപദേശം പറഞ്ഞു തരും ഇൻഷാ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിലേക്ക് നമുക്ക് അടുക്കാനുള്ള വിശുദ്ധമായ ശഅബാനും വിശുദ്ധമായ റജബിന്റെയും രാവുകളും പകലുകളുമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നാം ഇത്രത്തോളം ഇതുവരെ നാം ഇത്ര നല്ലവരല്ല, മോശക്കാരായി പോയെങ്കിൽ ഇനി നമുക്ക് അവിടുന്ന് അങ്ങോട്ടുള്ള ഓരോ സമയങ്ങളും അല്ലാഹുവിലേക്ക് മടങ്ങാനുള്ള അവസരങ്ങളാണ്. റജബിന്റെ രാവുകളും പകലുകളും നബിതങ്ങൾ വലിയ പ്രാധാന്യം കൽപ്പിച്ച് മഹത്വം പറഞ്ഞ സമയം. അതിനുശേഷം ശഅബാൻ വരികയാണ്. ശഅബാനിന്റെ 15-ാം രാവ് എന്തൊരു മഹത്വമുള്ള രാവാണ്. ഒഴിവാക്കരുത് ഉമ്മമാരെ. എന്ത് കാര്യത്തിൽ ഏർപ്പെട്ടിട്ടും ആ സമയം നഷ്ടപ്പെട്ടു പോകാൻ വേണ്ടി പാടില്ല. നമ്മളെ നോദണേ. ദുആക്കുത്തരം കിട്ടുന്ന വലിയ രാത്രിയാണ്. ദുആക്കുത്തരം കിട്ടുന്ന ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി 5ഓളം രാത്രികള് ദുആക്കുത്തരം ഉറപ്പ് പറഞ്ഞ രാത്രികളുണ്ട്. അതിലൊന്ന് റജബ് 1-ന്റെ രാവാണ്. രണ്ടാമത്തത് ശഅബാൻ 15-ാം രാവാണ്, ബറാത്ത് രാവാണ്. മറ്റൊന്ന് ചെറിയ പെരുന്നാളിന്റെ രാവാണ്, മറ്റൊന്ന് വലിയ പെരുന്നാളിന്റെ രാവാണ്. മറ്റൊന്ന് എന്റെ പ്രിയപ്പെട്ടവരെ വെള്ളിയാഴ്ച രാത്രികളാണ്.
ഈ രാത്രികളൊക്കെ വലിയ ഉത്തരം കിട്ടുന്ന സമയങ്ങളാണ്. ഈ സമയങ്ങൾ നാം ഉപയോഗപ്പെടുത്തിയിട്ട് അല്ലാഹ് പറഞ്ഞല്ലോ, നിങ്ങൾ എത്ര മോശക്കാരാണെങ്കിലും, നിങ്ങൾ എത്ര തെറ്റ് ചെയ്തവരാണെങ്കിലും, നിങ്ങൾ തെറ്റിൽ മുങ്ങിക്കുളിച്ചവരാണെങ്കിൽ പോലും ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീൻ വയുഹിബ്ബുൽ മുതത്വഹിരീൻ. ഓ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാമല്ലോ, ഒരു രോഗിയെ കൊണ്ടുപോവുകയാണ്, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെടുകയാണ്. എന്താണ് അവിടെ നടക്കുന്നത്? അയാളുടെ ശരീരത്തിൽ പരിശോധനകൾ നടത്തിയിട്ട്, വേണ്ട മരുന്നുകളും കുത്തിവെപ്പുകളും നടത്തിയിട്ട് ആരോഗ്യം, ശരീരത്തിന്റെ ആരോഗ്യം സ്ഥിതി അത് മെച്ചപ്പെടുത്തുകയാണ്. ശരീരത്തിന്റെ ആരോഗ്യം നന്നാക്കിയെടുക്കലാണ്. അതാണ് ഹോസ്പിറ്റലുകളുടെ പണി, അതാണ് ഡോക്ടർമാരുടെ പണി. ഇവിടെ കിടക്കുന്ന മഹാനവർകൾ അവരൊരു വലിയ ഡോക്ടറാണ്, ആലിമീങ്ങൾ വലിയ ഡോക്ടറാണ്, സദാത്തുക്കൾ അവർ ഡോക്ടർമാരാണ്. എന്തേ കാരണമെന്തേ? അവർക്ക് ചെയ്യാനുള്ളത് പള്ളികൾ, അതെന്റെ പ്രിയപ്പെട്ടവരെ, അത് ശുദ്ധീകരിക്കപ്പെടാനുള്ള കേന്ദ്രങ്ങളാണ്. പള്ളികൾ നമ്മൾ നിർമ്മിക്കപ്പെടുന്നത്, പള്ളികളിലേക്ക് നാം വരുന്നത്, പള്ളികളിൽ നിസ്കാരങ്ങൾ നടക്കുന്നത് എല്ലാം എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അല്ലാഹ് ഈ പറഞ്ഞ കാര്യത്തിന് വേണ്ടിയാണ്. ഓ ഉമ്മമാരെ, നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾക്കാകുന്ന രീതിയിൽ വീടുകളിൽ വെച്ചുകൊണ്ട് നിങ്ങൾ സുന്നത്ത് നിസ്കരിക്കുക, ഫർദ് നിസ്കാരം ഖളാ ആവാതെ നിർവഹിക്കുക, വിശുദ്ധ ഖുർആൻ ശരീഫ് പാരായണം ചെയ്യുക. ഉറങ്ങുന്നതിന് മുമ്പ് സൂറത്തുൽ മുൽക്ക് ഓതാത്ത രാത്രി, ശുദ്ധിയുള്ള ഒരു രാവും സ്ത്രീകളെ നമുക്ക് ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ. നമുക്ക് ഓതാൻ തടസ്സമില്ലാത്ത രാത്രികളിൽ, ശുദ്ധിയില്ലാത്ത ശുദ്ധിയുള്ള മുഴുവൻ രാത്രികളിലും ഖുർആൻ ശരീഫ് ഓതണം. ഒരു പേജെങ്കിലും ഓതണം. നിർബന്ധമായും സൂറത്തുൽ മുൽക്ക് നാം പാരായണം ചെയ്യണം. അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇന്നല്ലാഹ വഅലൈക്കും സലാം. മോനപ്പെട്ട നമ്മുടെ ഉസ്താദ് അവറുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് ഉസ്താദിന് ആഫിയത്തും ആരോഗ്യം ദീർഘായുസ്സും അല്ലാഹു തരട്ടെ. ഉസ്താദ്, ഞാൻ മദ്രസയിൽ 5ാം ക്ലാസ്സും 4ാം ക്ലാസ്സും പഠിക്കുന്ന കാലത്തെ എൻ്റെ നാട്ടിൽ ഉസ്താദ് സേവനം ചെയ്തുണ്ടായത് ഒരുപാട് കാലം. അതേപോലെ അന്നേ ഉസ്താദ് വഅള് പറയാൻ വേണ്ടി പല ഭാഗങ്ങളിലൊക്കെ പോകുന്ന ആളാണ്. അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ. ഞാൻ നിർത്തുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീൻ, അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുന്നവരെ അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുന്നവരെ അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. റജബ് തന്നത് അതിന് വേണ്ടിയാണ്. ശഅബാൻ നമുക്കൊരുക്കി തന്നത് അതിന് വേണ്ടിയാണ്. വിശുദ്ധ റമളാനും വരുന്നത് അതിന് വേണ്ടിയാണ്. അല്ലാഹു നമുക്ക് വേണ്ടി അടിമകളോട് ഇഷ്ടമുള്ളത് കൊണ്ട് ഇവിടെയുള്ള ഉമ്മമാരെ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന് നമ്മളോടുള്ള ഇഷ്ടം കൊണ്ട് ഒന്ന് നന്നായിക്കോട്ടെ, ഒന്ന് സ്വർഗത്തിലെത്താനുള്ള റൂട്ടിലെത്തിക്കോട്ടെ എന്നവന്റെ റഹ്മത്ത് കൊണ്ട് നമുക്ക് ആയുസ് തരികയാണ്. റജബിൽ നമ്മളെ കൂട്ടുകയാണ്. ശഅബാനും നമുക്ക് അവസരം തരികയാണ്. റമളാനിലും നല്ലൊരു സമയങ്ങൾ നമുക്കൊരുക്കി വെക്കുകയാണ്. ഒന്നാമത്തെ 10 വലിയ മഗ്ഫിറത്ത് തന്ന് അനുഗ്രഹിക്കുകയാണ്. റഹ്മത്ത് തരികയാണ്, മഗ്ഫിറത്ത് തരികയാണ്. നരകമോചനം ഒരുക്കി വെച്ച് കാത്തിരിക്കുകയാണ്. ഓ പ്രിയപ്പെട്ടവരെ, എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, വയുഹിബ്ബുൽ മുതത്വഹിരീൻ. അങ്ങനെ സ്ഫുടം ചെയ്തെടുക്കപ്പെട്ടവരെ അല്ലാഹു ഇഷ്ടം വെക്കുന്നു. നമ്മുടെ മജ്ലിസുകൾ അതിനു വേണ്ടിയല്ലേ? നമ്മുടെ എല്ലാ കാര്യങ്ങളും അതിനു വേണ്ടിയല്ലേ? ഇവിടെ മറ്റു പുറമോടികൾ നന്നായിട്ടെന്ത് കാര്യമാണ്?
പറയുന്ന ഞാനിവിടെ നിങ്ങളെ മുമ്പിൽ വെള്ളക്കുപ്പായവും കന്തൂറയും തലയിക്കെട്ടും കെട്ടി വന്ന് നിന്നിട്ട് എൻ്റെ മനസ്സ് നന്നായില്ലെങ്കിൽ, ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ശുദ്ധമായില്ലെങ്കിൽ പിന്നെ എന്ത് കാര്യമുണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ? നമ്മളെന്ത് അധ്വാനിച്ചിട്ടെന്ത് കാര്യമാണ്? നമ്മളെന്ത് ഓടിച്ചാടി നടന്നിട്ടെന്ത് കാര്യമാണ്? ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ. നമ്മൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. ഉമ്മമാരെ, യുഹിബ്ബുൽ തവ്വാബീൻ വയുഹിബ്ബുൽ മുതത്വഹിരീൻ എന്നാണ് അല്ലാഹു പറഞ്ഞത്. അല്ലാഹുവിലേക്ക് നന്നോടും ഖേദമുള്ള അവസരത്തിൽ നമുക്കൊരു തലവേദന വരുമ്പോൾ അല്ലാഹുവിനെ ഓർമ്മ വന്നാൽ മാത്രം പോരാ, നമുക്ക് സന്തോഷം വരുമ്പോൾ അല്ലാഹുവിനെ ഓർമ്മ വേണം. അല്ലാഹു നമ്മളെ അത്തരക്കാരെ കൂട്ടത്തിൽ പെടുത്തി തരുമാറാകട്ടെ. ഞാൻ നിങ്ങളോട് ഉപദേശിക്കാൻ അർഹനല്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم يا رحمن يا أرحم الرحيم يا الله, ഞങ്ങളെ നീ കബൂലാക്കണേ റഹ്മാനേ, സ്വീകരിക്കണേ അല്ലാഹ്. നിന്റെ നല്ല നല്ല സമയം നീ നൽകിയിട്ട് ഞങ്ങൾ നന്നായിട്ടില്ല അല്ലാഹ്. നീ ഞങ്ങളെ നന്നാക്കി തരണം റഹ്മാനേ. ഞങ്ങൾക്കും ഞങ്ങളെ മാതാപിതാക്കൾ, ഉസ്താദന്മാർ, വേണ്ടപ്പെട്ടവർ, സ്നേഹജനങ്ങൾ, സർവ്വ മുഅ്മിനീങ്ങൾക്കും നീ നിന്റെ റഹ്മത്തും ഫളലും കൊണ്ട് പൊറുക്കണേ അല്ലാഹ്. ഈ നാട്ടിൽ തന്നെ എത്ര ആളുകൾ ഇവിടെ മുമ്പ് ഇതിന് ഖിദ്മത്ത് ചെയ്തവർ, മഖാമിന് പള്ളിക്ക് ഇപ്പൊ ഇവിടെ പരിസരത്ത് ഖബറാളികളാണ്. നീ അവർക്കും ഞങ്ങളെ കൂടെ പെട്ടെന്നൊക്കെ മരിച്ചു പോയവരുണ്ട്. നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഖബർ സ്വർഗമാക്കി കൊടുക്കണേ അല്ലാഹ്. വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെയും നീ ആഖിബത്ത് നന്നായി ഈമാനോടെ മരിക്കുന്നവരിൽ പെടുത്തണേ അല്ലാഹ്. നിന്റെ റഹ്മത്ത് കൊണ്ട് ചൊരിയണേ അല്ലാഹ്. പരിപൂർണ ആരോഗ്യത്തോടെ ദീർഘായുസ് നിന്റെ ത്വാഴത്തിലും നിന്റെ പൊരുത്തത്തിലും ഞങ്ങൾക്കും ഞങ്ങളെ മക്കള്, ഭാര്യ മക്കള്, കൂട്ടുകുടുംബങ്ങള്, സ്നേഹജനങ്ങള്, മോമിനീങ്ങള്, ഉസ്താദന്മാർ, ഇവിടെയുള്ള ഉസ്താദന്മാർ, ഉമ്മാനപ്പെട്ട നമ്മുടെ കിച്ചേരി ഉസ്താദ്, അവരും ഞങ്ങൾക്കൊക്കെയും നീ നൽകണേ അല്ലാഹ്. ഞങ്ങളെയൊക്കെ നിന്റെ സജ്ജനങ്ങളിലൊന്ന് പെടുത്തി തരണേ അല്ലാഹ്. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ഒന്നുമില്ലല്ലോ അല്ലാഹ്. നീ ഞങ്ങളെ നന്നായി അറിയുന്നവനാണല്ലോ അല്ലാഹ്. ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ അല്ലാഹ്. ഞങ്ങളെ നിന്റെ നല്ല അടിമകളിലൊന്ന് പെടുത്തി തരണേ അല്ലാഹ്. രോഗമുള്ളവരുണ്ട്, പല ജാതി രോഗമുള്ളവരുണ്ട്, ശിഫ നൽകണേ അല്ലാഹ്. രോഗം കൊണ്ട് വലിയ വിഷമം അനുഭവിക്കുന്നവർ നീ ശിഫ നൽകണേ അല്ലാഹ്. പല ജാതി വിഷമങ്ങളുള്ളവരുണ്ട് റഹ്മാനെ. കടം കയറി കുടുങ്ങിയവരുണ്ട്, നീ മോചനം നൽകണേ അല്ലാഹ്. കടക്കാരായി മരിപ്പിക്കല്ലേ അല്ലാഹ്. വീടില്ലാത്തവരുണ്ട്, വീടിന്റെ വഴി എളുപ്പമാക്കണേ അല്ലാഹ്. റബ്ബേ, കച്ചവടവും കൃഷികളും വിഷയങ്ങളും തോട്ടങ്ങളും മറ്റു കാര്യങ്ങളും ബിസിനസ്സൊക്കെ നടത്തുന്നവരതിൽ നീ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. ഞങ്ങളെ, ഞങ്ങളെ മക്കളെയും കുടുംബങ്ങളെയും ശിഷ്യന്മാര്, ഞങ്ങളെ സ്ഥാപനങ്ങളെ സഹായിക്കുന്നവര്, സഹകരിക്കുന്നവര്, ഇവിടെ വന്നുകൂടി ആണുങ്ങൾ പെണ്ണുങ്ങൾ, ഈ ഉറൂസുമായി ബന്ധപ്പെടുന്നവര്, സഹകരിക്കുന്നവർ, പ്രവർത്തിക്കുന്നവര് എല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലാഹ്. ആഫിയത്തോടെ ദീർഘായുസ് നിന്റെ ത്വാഴത്തിൽ പൊരുത്തത്തിൽ നൽകണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وسلم. പോയതിൽ ക്ഷമ ചോദിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ നമുക്ക് നല്ല ഉപദേശം. ആരും ഇരുന്നെടുക്കുന്ന അനങ്ങാൻ പാടില്ല. നമ്മൾ ഒരു ഇൽമിനോട് കാട്ടുന്ന അവഗണനയാവും അത്. ഇൽമിനെ ബഹുമാനിക്കാത്ത അവസ്ഥ വന്നു പോകും. അതുകൊണ്ട് എല്ലാവരും, അത് അവിടെ നിൽക്കുന്നവർ, കുട്ടികളും എല്ലാവരും ഇങ്ങോട്ട് വരിക. എല്ലാവരും അപ്പുറത്തുള്ളവരൊക്കെ സദസ്സിൽ വന്നിരിക്കുക. എല്ലാവരും വളണ്ടിയർമാരൊക്കെ ഇനി ഇവിടെ ഇരിക്കുക. എല്ലാവരും അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഉസ്താദ് അവറുകൾ നമുക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.